ഹലോ നമസ്കാരം. ചെറിയ ഭക്ഷണം കഴിച്ചാൽ പോലും വയറ് വീർത്ത് നിൽക്കുക, ഇടയ്ക്കിടെയുള്ള ഏമ്പക്കം, കീഴ്ശ്വാസത്തിൻ്റെ ബുദ്ധിമുട്ട്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെ ബാത്റൂമിൽ പോകാനുള്ള ഒരു ടെൻഡൻസി, എങ്ങോട്ടേക്കെങ്കിലും ഒന്ന് പോകാനിറങ്ങിയാൽ 1-2 തവണ ബാത്റൂമിൽ പോകേണ്ടി വരിക. ഇന്ന് ഒരുപാട് പേർ അനുഭവിക്കുന്ന പ്രശ്നമാണിതൊക്കെ. എന്താണിതിന് കാരണം? സിബോ, സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർഗ്രോത്ത്. ഇതുമൂലമാണ് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതൽ പേരും അനുഭവിക്കുന്നത്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് സിബോ എന്തുകൊണ്ടൊക്കെയാണ് വരുന്നത്, എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഇത് കാണിക്കുന്നത്, സിബോ ഉള്ളവർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ ഭവ്യ, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്. നമ്മുടെ ദഹന വ്യവസ്ഥ എന്ന് പറയുന്നത് വായ മുതൽ മലദ്വാരം വരെ നീണ്ടുകിടക്കുന്ന ഒരു വലിയ ട്യൂബാണ്. ഇതിൽ ധാരാളം നല്ല ബാക്ടീരിയകളും ഫംഗസുകളും ധാരാളമായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പ്രോപ്പറായിട്ടുള്ള നമ്മുടെ ദഹനത്തിനും ദഹനം കഴിഞ്ഞിട്ട് ഇതിലെ ന്യൂട്രിയൻസ് അബ്സോർപ്ഷൻ ചെയ്യാനൊക്കെ സഹായിക്കുന്നത് ഇത്തരം നല്ല ബാക്ടീരിയകളും ഫംഗസുകളുമാണ്. ഇത്തരം ബാക്ടീരിയകൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈൻ, വൻകുടലിലാണ് ഉള്ളത്. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ, ചെറുകുടലിൽ വൻകുടലിനേക്കാളും കുറവായിരിക്കും. ആമാശയത്തിലാണ് ഏറ്റവും കുറവായിട്ട് ഈ ബാക്ടീരിയകൾ ഉള്ളത്. അതിനുള്ള മെയിൻ കാരണം നമ്മുടെ ആമാശയത്തിൻ്റെ അസിഡിക് ആയിട്ടുള്ള pH ആണ്. pH ഏറ്റവും കുറഞ്ഞ ഒരു ഭാഗമാണ് നമ്മുടെ ആമാശയം. അതിന് കാരണം നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ ആമാശയത്തിൽ ഉള്ളതാണ്. ഈ pHന്, നമ്മുടെ ആമാശയത്തിലുള്ള അസിഡിക് ആയിട്ടുള്ള ഈ pHന് മാറ്റം സംഭവിച്ചാൽ, ഈ pH കൂടിയാൽ, അതായത് അപ്പോൾ അസിഡിക് നേച്ചർ കുറയുകയും അതിനൊരു ബേസിക് നേച്ചർ, ഒരു അമ്ലത രൂപപ്പെടുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ചീത്ത ബാക്ടീരിയകൾ ക്രമാതീതമായിട്ട് നമ്മുടെ വൻകുടലിൽ നിന്നും ഒക്കെ ധാരാളമായിട്ട് സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ചെറുകുടലിലേക്കും വയറ്റിലേക്കും ഒക്കെ എത്തും. ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ സിബോ, സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർഗ്രോത്ത് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ? നമ്മൾ പറഞ്ഞ പോലെ തന്നെ HCl, ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ അളവ് കുറയുന്നതാണ് സിബോ ഉണ്ടാവാനുള്ള ഒരു പ്രധാന കാരണം. ഈ HClൻ്റെ അളവ് കുറയുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ അമിതമായിട്ട് നമ്മൾ ആൻറ്റാസിഡുകൾ, ഒരുപാട് നാളായിട്ട് ഈ അസിഡിറ്റീൻ്റെ പ്രശ്നങ്ങളുള്ള ആൾക്കാർ വളരെയധികം ആൻറ്റാസിഡ്സ് യൂസ് ചെയ്യും. ഇത് ഈ വയറ്റിലുള്ള അസിഡിറ്റി കുറയ്ക്കാൻ കാരണമാകും. അതേപോലെ നമ്മൾ അമിതമായിട്ട് ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് വയറിലുള്ള ചീത്ത ബാക്ടീരിയകളുടെ കൂടെ തന്നെ നല്ല ബാക്ടീരിയകളെയും ഇത് നശിപ്പിക്കാൻ കാരണമാണ്. അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ബേക്കിംഗ് സോഡ കൂടുതൽ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നമ്മുടെ വയറ്റിലെ അസിഡിറ്റി കുറച്ചിട്ട് അതിനൊരു അമ്ലത രൂപപ്പെടാൻ കാരണമാകും. അതേപോലെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അമിതമായിട്ട്, നമ്മുടെ ഈ കൊക്കക്കോള, പെപ്സി, 7up, സ്പ്രൈറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങൾ അമിതമായിട്ട് ഉപയോഗിക്കുന്നതും വയറ്റിലുള്ള അസിഡിക് നേച്ചർ കുറയ്ക്കാനായിട്ട് കാരണമാവുന്നുണ്ട്. മറ്റൊരു റീസൺ ആണ് ക്രോണിക് ആയിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ. നമുക്ക് ഒരുപാട് നാളായിട്ട് നീണ്ടു നിൽക്കുന്ന മലബന്ധം വയറ്റിൽ നിന്ന് ശരിക്ക് പോകുന്നില്ലെങ്കിൽ നമ്മുടെ ഈ ലാർജ് ഇൻറ്റസ്റ്റൈനിലെല്ലാം ഈ മലം കെട്ടിക്കിടന്നിട്ട് ഇതിൽ ഒരുപാട് ചീത്ത ബാക്ടീരിയകൾ ഉണ്ടാവും. ഈ ബാക്ടീരിയകൾ തിരിച്ച് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ചെറുകുടലിലേക്കും വയറ്റിലേക്കുമൊക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതും ഈ സിബോ എന്നുള്ള ഒരു കണ്ടീഷന് കാരണമാവുന്നതാണ്. ഇങ്ങനെ ഈ ചീത്ത ബാക്ടീരിയകളുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഇൻറ്റസ്റ്റൈനിലുള്ള അമൈലസ് എന്ന എൻസൈമുമായിട്ട് പ്രവർത്തിച്ചിട്ട് അത് നമ്മുടെ അമോണിയ ഫോം ചെയ്യും. ഈ അമോണിയ കൂടുതൽ അമ്ലത ഉള്ളതാണ്. ഇത് പിന്നെയും നമ്മുടെ വയറിലെ അസിഡിറ്റി കുറയ്ക്കും. ഇനി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എന്തൊക്കെയാണ് ഈ സിബോ കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ? ബ്ലോട്ടിങ്, വയറ് വീർത്തിരിക്കുന്ന ഒരവസ്ഥ. ചെറിയ ഭക്ഷണങ്ങൾ കഴിച്ചാൽ പോലും അമിതമായിട്ട് വയറ് വീർക്കും. ചില പേഷ്യൻസ് നമ്മളോട് വന്ന് പറയാറുണ്ട്, ഡോക്ടറെ എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു വെള്ളം കുടിക്കുമ്പോഴേക്കും വയറാകെ വീർത്ത് നിൽക്കും, ഇട്ട ഡ്രസ്സെല്ലാം ടൈറ്റ് ആവും എന്നുള്ളത്. അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ ഈ സിബോ മൂലം ഉണ്ടാവുന്നതാണ്. അതിന് കാരണം എന്തെന്നാൽ ഈ ഭക്ഷണം വയറ്റിൽ എത്തിക്കഴിഞ്ഞാൽ കാര്യമായിട്ട് നടക്കേണ്ടത് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ആണ്. എന്നാൽ പ്രോപ്പറായിട്ട് ദഹനം നടക്കുന്നതിന് മുൻപ് തന്നെ ഈ ഭക്ഷണം ഫെർമെൻറ്റേഷൻ നടന്നിട്ട് ഗ്യാസ് ആയിട്ട് ഫോം ചെയ്യും. അങ്ങനെയാണ് ഈ വയറ് വീർത്ത് നിൽക്കുന്ന ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത്. കൂടുതലായിട്ടും നമ്മുടെ വയറിൽ ഫോം ചെയ്യുന്നത് മീഥെയിൻ ഗ്യാസ്, ഹൈഡ്രജൻ, അതുപോലെ ഹൈഡ്രജൻ സൾഫൈഡ്, ഈ 3 ഗ്യാസുകളാണ്.
ഇതിൽ മീഥേൻ ഗ്യാസ് ആണ് ഫോം ചെയ്യുന്നത് എന്നുണ്ടെങ്കിലാണ് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഹൈഡ്രജൻ ഗ്യാസ് ആണ് ഫോം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറിയ, വയറിളക്കത്തിൻ്റെ ഇഷ്യൂസ് ഉണ്ടാകും. ഹൈഡ്രജൻ സൾഫൈഡ് ആണെങ്കിൽ നമുക്ക് ബ്ലോട്ടിങ്, വയറ് വീർത്ത് നിൽക്കുന്ന ബുദ്ധിമുട്ടുകളായിരിക്കും ഉണ്ടായിരിക്കുക. നമ്മുടെ വയറ്റിൽ ചെറിയ തോതിൽ ചീത്ത ബാക്ടീരിയകൾ കൂടിയാൽ തന്നെ ഇത് പ്രവർത്തിച്ചിട്ട് ഇതിൻ്റെ വേസ്റ്റ് പ്രൊഡക്ട്സ് കൂടുതൽ ഉണ്ടാവുന്നത് കൊണ്ട് ഇത് ആസിഡിറ്റി വീണ്ടും കുറയ്ക്കുകയും പിന്നീട് വീണ്ടും ഈ ചീത്ത ബാക്ടീരിയകളുടെ അളവ് കൂട്ടുകയും ചെയ്യും. ഈ സിബോ കാരണം നമുക്ക് കൂടുതലായിട്ടും വരുന്ന ബുദ്ധിമുട്ടാണ് IBS. ഇന്ന് ഒരുപാട് പേര് അനുഭവിക്കുന്ന ആ ഒരു പ്രശ്നമാണ് IBS, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. ഇതും ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിലുള്ള ചീത്ത ബാക്ടീരിയ ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നത് കൊണ്ടാണ് ഉണ്ടാവുന്നത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെ ബാത്റൂമിൽ പോകാനുള്ള ടെൻഡൻസി, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാൻ ഇറങ്ങുമ്പോൾ 2-3 പ്രാവശ്യം ബാത്റൂമിൽ പോവേണ്ടി വരുന്ന അവസ്ഥയൊക്കെ ഈ ഒരു IBSന്റെ ഭാഗമായിട്ട് കണ്ടുവരും. ചിലവർക്ക് അത് കോൺസ്റ്റിപ്പേഷനായിട്ടും, മറ്റു ചിലരിൽ അത് ഡയറിയ പോലെ ആയിട്ടും, എന്നാൽ ചിലരിൽ തന്നെ ഡയറിയയും കോൺസ്റ്റിപ്പേഷനും അങ്ങനെയെല്ലാം കണ്ടുവരാറുണ്ട്. അതുപോലെ സിബോ ഉള്ളവരിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് പ്രോട്ടീൻ ഇൻഡൈജഷൻ. പ്രോപ്പറായിട്ട് പ്രോട്ടീൻ, അത് നമ്മുടെ വയറ്റിലുള്ള ആസിഡ് കണ്ടന്റ് കുറയുന്നത് കൊണ്ട് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു പ്രോട്ടീൻ ദഹിപ്പിക്കാൻ ആവശ്യത്തിനുള്ള ആസിഡുകളുടെ കുറവ് കാരണം നമുക്ക് എന്തെങ്കിലും പ്രോട്ടീൻ അധികമുള്ള ഭക്ഷണങ്ങൾ, ചിക്കനോ മുട്ടയോ അങ്ങനെയുള്ള, അല്ലെങ്കിൽ പരിപ്പ് വർഗ്ഗങ്ങൾ, ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ നമുക്കത് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളായിട്ടും ബ്ലോട്ടിങ്ങിൻ്റെ പ്രശ്നങ്ങളായിട്ടും ഒക്കെ മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. ചിലരിൽ നമ്മുടെ മലത്തിൻ്റെ കൂടെ തന്നെ കഫം പോകുന്ന ഒരു പ്രശ്നവും ഉണ്ടാവാറുണ്ട്, മ്യൂക്കസ് ഇൻ സ്റ്റൂൾ. ഇതും സിബോയിൻ്റെ ഭാഗമായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. ഈ മേൽപ്പറഞ്ഞ പ്രശ്നങ്ങൾ മാത്രമല്ല, ഈ സിബോ എന്നുള്ള കണ്ടീഷൻ കൊണ്ട്, ഈ സിബോ എന്നുള്ളൊരു കണ്ടീഷൻ ഈ ഒരു ഡയറിയയിലോ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിപ്പേഷനിലോ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നതല്ല. നമുക്ക് അറിയാം, പ്രോപ്പറായിട്ട് ഡൈജഷനും അബ്സോർപ്ഷനും നടന്നാൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിന് കിട്ടുന്നുള്ളൂ. പ്രോപ്പറായിട്ട് ഡൈജഷനും അബ്സോർപ്ഷനും നടക്കാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ ഈ IBS, സിബോ എന്നുള്ള കണ്ടീഷനിൽ നല്ല രീതിയിലുള്ള ദഹനം ഒന്നും നടക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പല ന്യൂട്രിയൻസും നമുക്ക് കിട്ടാതെ വരും. വൈറ്റമിൻ B12ൻ്റെ ഡെഫിഷ്യൻസി, അതുപോലെ അയൺ ഡെഫിഷ്യൻസി, പ്രോപ്പറായിട്ട് ബൈൽ സെക്രീഷൻ നടക്കാത്തത് കൊണ്ട് തന്നെ ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ചെയ്യാത്ത ഒരവസ്ഥ, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. ഈ വൈറ്റമിൻ B12ൻ്റെ ഡെഫിഷ്യൻസി കാരണമാണ്. വൈറ്റമിൻ B12 കൂടുതലായിട്ടും നമ്മുടെ ഞരമ്പുകൾ, നാഡികളുടെ ഹെൽത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വൈറ്റമിനാണ്. ഈ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൈകാലുകളിൽ മരവിപ്പ്, തരിപ്പ്, നംനെസ് തുടങ്ങിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം. അതുപോലെ ബൈലിൻ്റെ സെക്രീഷൻ പ്രോപ്പറായിട്ട് നടക്കാത്തത് കൊണ്ട് നമ്മുടെ ഈ ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസീസും കണ്ടുവരാറുണ്ട്. ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ആണ് വൈറ്റമിൻ A, വൈറ്റമിൻ D, വൈറ്റമിൻ E, വൈറ്റമിൻ K. ഇങ്ങനെയുള്ള ഈ 4 വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി, നമുക്കറിയാം വൈറ്റമിൻ A എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകളുടെ ഹെൽത്തിനെയൊക്കെ, നല്ല കാഴ്ചശക്തിയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വൈറ്റമിനാണ്. ഈ വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി നമുക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതേപോലെ വൈറ്റമിൻ D നമ്മളെ ജോയിൻസിൻ്റെ, അതുപോലെ നമ്മളെ മസിൽസിൻ്റെയും, നമ്മുടെ ലിവർ, തൈറോയിഡിൻ്റെ ഹെൽത്തിനെയൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ D. ഈ വൈറ്റമിൻ ഡിൻ്റെ ഡെഫിഷ്യൻസിക്കും ഇത് കാരണമാകും. ഇന്ന് വളരെ കോമൺ ആയിട്ട് എല്ലാവരിലും കണ്ടുവരുന്ന ഒരു ഡെഫിഷ്യൻസിയാണ് വൈറ്റമിൻ D. അപ്പോൾ ഈ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിക്കും നമ്മുടെ ഈ സിബോ എന്നുള്ളൊരു കണ്ടീഷൻ കാരണമാവുന്നുണ്ട്. വൈറ്റമിൻ E എന്നുള്ളത് നമുക്കൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടും അതേപോലെ ഇമ്മ്യൂണിറ്റിക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വൈറ്റമിനാണ്. അതുകൊണ്ട് വൈറ്റമിൻ ഇൻ്റെ ഡെഫിഷ്യൻസി നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുന്നുണ്ട്. വൈറ്റമിൻ K എന്നുള്ളത് നമ്മുടെ കാൽസ്യത്തിൻ്റെ മെറ്റബോളിസത്തിന് ഹെൽപ്പ് ചെയ്യുന്നതും അതുപോലെ നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ K. വൈറ്റമിൻ Kൻ്റെ ഡെഫിഷ്യൻസിയും നമുക്ക് നമ്മുടെ ഹെൽത്തിനെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ സിബോ ഉള്ള ആൾക്കാർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു പരിധി വരെ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടി എന്തൊക്കെ നമ്മൾ മാനേജ് ചെയ്യണം. നമ്മൾ ഭക്ഷണത്തിൽ ആപ്പിൾ സിഡർ വിനെഗർ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്.
അതേപോലെ തന്നെ ഈ ഫൈബർ റിച്ച് സിവിയർ ആയിട്ട് ഈ ബുദ്ധിമുട്ടുകളുള്ള ആൾക്കാർ ഫൈബർ കണ്ടന്റ് അധികമുള്ള ഭക്ഷണങ്ങൾ ഒന്ന് കുറച്ച് കാലത്തേക്കെങ്കിലും ഒഴിവാക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കൂടുതലായിട്ട് ഇലക്കറികൾ, ചില ആൾക്കാരിലൊക്കെ ഈ ഇലക്കറികൾ മുരിങ്ങയില, ചീര തുടങ്ങിയവ പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ആവാത്ത ഒരവസ്ഥ കണ്ടുവരാറുണ്ട്. അപ്പോൾ ഈ സിബോ കണ്ടീഷൻ അല്ലെങ്കിൽ IBSന്റെ ബുദ്ധിമുട്ടുകളുള്ളവർ ഈ ഫൈബർ റിച്ച് ആയിട്ടുള്ള സാധനങ്ങൾ, ഇലക്കറികൾ, അതുപോലെ ഈ നമ്മൾ സാലഡ് രൂപത്തിൽ കഴിക്കുന്നത്, റോ വെജിറ്റബിൾസ്, ക്യുക്കുംബർ അങ്ങനെയുള്ള സാധനങ്ങൾ പച്ചയ്ക്ക് കഴിക്കുന്നതൊക്കെ ഒഴിവാക്കിയാൽ അത് വളരെ നല്ലതാണ്. പിന്നെ സിബോ ഉള്ളവർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. നമ്മൾ 8 മണിക്കൂർ മാത്രം ഒരു ദിവസം 24 hours ടൈമിൽ 8 മണിക്കൂർ മാത്രം ഭക്ഷണം കഴിച്ച് ബാക്കി ഉള്ള സമയം നമ്മൾ ഫാസ്റ്റിങ്ങിൽ ഇടുന്ന ഒരു പ്രോസസ്സാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്നുള്ളത്. ഈ ഒരു പ്രക്രിയ ഫോളോ ചെയ്യുന്നത് നമ്മുടെ ഇൻറ്റസ്റ്റൈനിന് കുറച്ച് അധികം ടൈം കിട്ടും പ്രോപ്പറായിട്ട് ഫുഡ് എംപ്റ്റി ആവാൻ, ഡൈജസ്റ്റ് ആയിട്ട് എംപ്റ്റി ആവാനും, അതേപോലെ ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിലുള്ള ബാഡ് ബാക്ടീരിയകൾ, ചീത്ത ബാക്ടീരിയകൾ എംപ്റ്റി ആവാനുള്ള ഒരു ടൈം പ്രോപ്പറായിട്ട് കിട്ടുകയും നമ്മുടെ ഇൻറ്റസ്റ്റൈനിൻ്റെ മോട്ടിലിറ്റി, ചലനങ്ങളൊക്കെ നല്ല രീതിയിൽ വർദ്ധിക്കാനും ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കും. അതുകൊണ്ട് തന്നെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നമ്മളെ സിബോയിൽ നിന്ന് ഒരു പരിധി വരെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ചെയ്യാനുള്ളത് ഭക്ഷണത്തിൽ കൂടുതലായിട്ടും നമ്മുടെ ഇന്ത്യൻ സ്പൈസസ്, പട്ട, ഗ്രാമ്പു, ഏലക്കായ മുതലായിട്ടുള്ള സാധനങ്ങൾ ആഡ് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹൈ ഫോഡ്മാപ്പ് ഉള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ഹൈ ഫോഡ്മാപ്പ് എന്ന് പറഞ്ഞാൽ ചില കാർബോഹൈഡ്രേറ്റ്സ് നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ വയറ്റിൽ ഡൈജസ്റ്റ് ആവാതെ ഇത് ഫെർമെൻ്റ് ആയിട്ട് മാറും. ഇങ്ങനെയുള്ള കാർബോഹൈഡ്രേറ്റ്സ് ഒഴിവാക്കുക. ഹൈ ഫോഡ്മാപ്പ് ഉള്ള ഭക്ഷണങ്ങളായിട്ടുള്ള നമ്മുടെ സവോള, വെളുത്തുള്ളി, അതുപോലെ പാൽ ഉൽപ്പന്നങ്ങളൊക്കെ ഈ IBS, സിബോ പോലുള്ള കണ്ടീഷനിലുള്ള ആൾക്കാർ ഒഴിവാക്കുന്നത് നല്ലതാണ്. ഇനി നിങ്ങൾക്ക് ഇത്തരം ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതുമാണ്. ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് കൺസൾട്ടേഷന് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാടും അതുപോലെ കോഴിക്കോട് നടക്കാവും പരിശോധന നടത്തുന്നുണ്ട്. ഇനി നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ ഓൺലൈൻ കൺസൾട്ടേഷൻ ലഭ്യമാക്കുന്നുണ്ട്. ഫോണിലൂടെ പരിശോധന നടത്തി മരുന്നുകൾ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു തരുന്നതാണ്. ആധുനിക സാങ്കേതിക വിദ്യ ഇന്റലിജൻസിന്റെ സഹായത്തോടെയാണ് നമ്മൾ നമ്മുടെ ഹോസ്പിറ്റലിൽ രോഗനിർണയം നടത്തുന്നത്. നിങ്ങൾക്കറിയാം, ഇന്ന് നിലവിലുള്ളതിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാങ്കേതിക വിദ്യയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ലോകത്തുള്ള എല്ലാ പുസ്തകങ്ങളിലെയും ഇന്റർനെറ്റിലെയും വിവരങ്ങൾ വെച്ച് നിങ്ങളുടെ രോഗലക്ഷണങ്ങളും തമ്മിൽ താരതമ്യ പഠനം നടത്തിയതിനു ശേഷമാണ് നിങ്ങൾക്കിവിടെ രോഗനിർണയം നടത്തുന്നത്. ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത പൊട്ടൻസി മെഡിസിൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ചികിത്സിക്കുന്നത്. സ്നേഹത്തോടെ ഞാൻ ഡോക്ടർ ഭവ്യ, സീനിയർ കൺസൾട്ടന്റ്, ഡോക്ടർ ബാസൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്.